MBBS കിട്ടി. MBBS കിട്ടിയത് ഹൈദരാബാദിലാണ്. പക്ഷെ ഞാൻ പോയില്ല. കാരണം എൻ്റെ ഉമ്മ തീരെ വയ്യാണ്ട് കിടക്കുക. ഈ വയ്യാണ്ട് കിടക്കുന്ന ഉമ്മാനെ ഒഴിവാക്കിയിട്ട് പോവാന്ന് പറയുന്നത് കുറച്ച് റിസ്ക്കാ. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ഉമ്മ, നിങ്ങൾ ഇവിടെ നിന്ന്. ഉമ്മ പറയും പോയിക്കോ, നീ പോയിക്കോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. പക്ഷെ അത്രയും ദൂരത്ത് ചിലപ്പോൾ ഒരു വർഷത്തിൽ 2-3 പ്രാവശ്യം മാത്രം വരാൻ പറ്റും. വയ്യാണ്ട് കിടക്കുന്ന ഉമ്മാനെ ഒഴിവാക്കിയിട്ട് പോവാന്ന് പറയുന്നത് കുറച്ച് റിസ്ക്കാ. ആ സമയത്ത് ഒഴിവാക്കിയിട്ടാണ് ഞാൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേർന്നത്. സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന കാലത്തിന്റെ ഇടയിലാണ് സെക്കൻഡ് കോവിഡ് വേവ് നിന്ന്. ഈ ഒരു സമയത്ത് കോവിഡ് എന്നെ ബാധിച്ചു. വരുന്നത് നാം കാണും, മരിക്കുകയാണെന്ന് മനസ്സിലാകും. ആദ്യമായിട്ട് നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. കാരണം സൗണ്ട് ഒന്നുമില്ല, ചുമ വന്നിട്ട് സൗണ്ടൊക്കെ പോയി. എന്തായാലും വിഷയത്തിലേക്ക് വരാം. നമ്മൾ ഈ ലോകത്ത് ജനിച്ചു വീണിട്ടുണ്ടെങ്കിൽ ഒരു നാൾ മരണപ്പെടും, അത് ഉറപ്പാണ്. പക്ഷെ അത് ചിലരുടെ മരണങ്ങൾ കേൾക്കുമ്പോൾ അത് മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ MBBS പഠിക്കുന്ന ഫാത്തിമ തസ്കിയ ഒരു 24 വയസ്സ് മാത്രം പ്രായം. കൽപ്പറ്റ മെഡിക്കൽ ഹെൽത്ത് ക്ലബിന്റെ മീറ്റിങ്ങിന് പോയതായിരുന്നു. അവർ സഞ്ചരിച്ച സ്കൂട്ടി വരുന്ന വഴിക്ക് പൊഴുതനയിൽ ഒരു താഴ്ചയിലേക്ക് മറിഞ്ഞു. 24 വയസ്സ് മാത്രം പ്രായമായ MBBS പഠിക്കുന്ന ഫാത്തിമ തസ്കിയ മരണപ്പെട്ടു. ഞാനിത് പറയാൻ കാരണം, ചില ആളുകളൊക്കെ എക്സാമും കാര്യങ്ങളൊക്കെ എഴുതി തോറ്റാൽ പിന്നെ അവിടെ നിർത്തി വേറെ വല്ല ജോലിക്കും പോകും. പക്ഷെ ഫാത്തിമ തസ്കിയ വളരെ കഷ്ടപ്പെട്ടാണ് ഈ നിലയിലെത്തിയത്. കാരണം അവളുടെ മനസ്സിൽ ഒരു ചിന്ത മാത്രം, പഠിച്ച് ഡോക്ടറാണ്. അത് എത്ര തന്നെ കഷ്ടപ്പെട്ടാലും എത്ര എക്സാം എഴുതിയാലും പഠിച്ച് ഡോക്ടറാണ് എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പഠിക്കാൻ വേണ്ടി തുടങ്ങുമ്പോഴാണ് ലൈഫിൽ അടുത്ത ദുരന്തം. പഠിക്കാൻ വേണ്ടി ഞാൻ ആദ്യമായിട്ട് വീടിന്റെ മുകളിൽ കയറി, സ്റ്റെയർകേസിന്റെ മുകളിൽ കയറി ടേബിളിലെ സെറ്റ് ചെയ്ത് ഇങ്ങനെ ഇരുന്നേ ഉള്ളൂ. ഇതിനടുത്ത് പുറത്ത് ചെറിയൊരു പേപ്പർ എടുക്കാൻ വേണ്ടി താഴേക്ക് ഇറങ്ങിയ ചെയറിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണു, കാലൊടിഞ്ഞു. പഠിക്കാൻ ഇനി വെറും 1.5 മാസമേ ഉള്ളൂ. ഇതിനകത്ത് 3 ആഴ്ചത്തോളം എന്തായാലും റെസ്റ്റ് വേണ്ടി വരും എന്ന് പറഞ്ഞു. കാല് കെട്ടിയിട്ട് ബെഡിലിട്ടു, അനങ്ങാൻ പോലും പറ്റില്ല. നമുക്കൊന്ന് വാഷ്റൂമിൽ പോകണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും എടുത്തുകൊണ്ട് കൊണ്ടുപോകണം. ഇങ്ങനെ ബെഡിൽ ഒറ്റ കിടക്കാം. നമുക്ക് ഇവിടെ നീറ്റ് ആസ്പിറൻസ് ഒക്കെ ഉണ്ടാവില്ല, ഒന്ന് കൈപൊക്കോ. നീറ്റ് ആസ്പിറൻസ് മെഡിസിൻ ഉദ്ദേശിക്കുന്ന ആളുകൾ. ഈ നമ്മൾ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഫിസിക്സ് പ്രോബ്ലംസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. കെമിസ്ട്രി വായിക്കാന്ന് വെച്ചാലും പുസ്തകം എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം വരും. അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്താണ് ഞാൻ പഠിക്കാൻ തുടങ്ങുന്നത്. വെറും 1.5 മാസമേ ഉള്ളൂ പഠിക്കാൻ. എന്തൊക്കെയോ ചെയ്തു. പക്ഷെ എൻ്റെ ഉള്ളിൽ ഒരു വാശി ഉണ്ടായിരുന്നു. കിട്ടില്ല എന്ന് പറഞ്ഞ ആളുകളുടെ മുന്നിൽ കല്യാണം കഴിപ്പിച്ച് വിട്ടാൽ പോരെ, 2 പ്രാവശ്യം ട്രൈ ചെയ്തില്ലേ, തോറ്റതല്ലേ, ഇനി പോയിക്കോട്ടെ, ഇനി അവൾ പോകുന്നതോടെ പോയിക്കോട്ടെ, കല്യാണം കഴിപ്പിച്ച് വിടാന്നൊക്കെ പറഞ്ഞ ആളുകളുടെ മുന്നിൽ അവള് പഠിച്ചെടുത്തു എന്ന് പറയിപ്പിക്കണം എന്ന് എനിക്കൊരു വാശി ഉണ്ടായിരുന്നു. ഈ ആളുകളുടെ മുന്നിൽ ഒരു മറുപടി പറയാൻ വേണ്ടി പഠിക്കുന്ന വാശി ഉണ്ടായിരുന്നു. ആരും അറിഞ്ഞില്ല, നാട്ടുകാരറിഞ്ഞില്ല, എൻ്റെ കുടുംബക്കാരറിഞ്ഞില്ല. പക്ഷെ 2 ആളുകൾ, എൻ്റെ ഉമ്മ, എൻ്റെ വാപ്പൻ, ഈ 2 മനുഷ്യന്മാരും മാത്രം ഞാൻ ആ വർഷം നീറ്റ് എഴുതി അറിഞ്ഞത്. അങ്ങനെ നീറ്റിന്റെ എക്സാം ആയി. ലാസ്റ്റ് ഒരു 3 ആഴ്ചയാണ് ഞാൻ പഠിച്ചത്. തലേ ദിവസം സാറുമാരൊക്കെ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഈ ഒരു സമയം ഇപ്രാവശ്യം നീ എന്തായാലും എടുക്കും, ഞങ്ങൾക്കറിയാം, ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞു. എക്സാം ഹാളിൽ കയറി. ഇനി എൻ്റെ വിശ്വാസം പറയട്ടോ, നമ്മൾ ഈ 313 എന്ന് പറയുന്ന ഒരു നമ്പർ നമ്മുടെ വിശ്വാസപ്രകാരം ഒരു നല്ല നമ്പറായിട്ട് കാണുന്നത്, ഒരു എന്താ പറയാ, നന്മയുടെ അല്ലെങ്കിൽ പ്രതീക്ഷയുടെ നമ്പറായിട്ട് 313 പറയാറുണ്ട്. അറിയുന്നവരുണ്ടാവും. അപ്പോൾ എക്സാം ഹാളിൽ ഇങ്ങനെ കാലെടുത്തിട്ട് നമ്മൾ രജിസ്റ്റർ നമ്പർ എഴുതുമല്ലോ, നമ്മൾ എത്രാമത്തെ പ്രാവശ്യം രജിസ്റ്റർ ചെയ്യുന്ന ഒരു നമ്പർ എഴുതും. എൻ്റെ നമ്പറിന് മുന്നിൽ 313 ഫാത്തിമ തസ്കിയ. കയറി പാടുന്ന ഒരു ഭയങ്കര പോസിറ്റീവ് ഫീലിംഗ്. ഓക്കെ, ഇതെന്തായാലും എനിക്കുള്ളത് തന്നെയാ. 313 വിജയത്തിന്റെ നമ്പർ. ഓക്കെ, എനിക്ക് കിട്ടും. ഭയങ്കര കോൺഫിഡൻസിലാണ് പോയി എഴുതിയത്. ആ വർഷം എക്സാം ഹാളെന്ന്, അതിന്റെ മുന്നത്തെ വർഷം കരഞ്ഞോണ്ടിറങ്ങിയ ഞാൻ പിറ്റേ വർഷം ചിരിച്ചോണ്ടിറങ്ങി ഈ മനുഷ്യന്റെ മുന്നിലേക്ക്. ഇല്ല പപ്പ, നമുക്ക് കിട്ടി, ഇപ്രാവശ്യം എന്തായാലും ഞാൻ MBBS ചെയ്തെടുക്കും, അതും പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത്. എന്നിട്ടൊരു എൻ്റെ ലൈഫിൽ ഏറ്റവും ഞാൻ ആഗ്രഹിക്കുന്ന, മനസ്സിൽ ഓർത്തൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ദിവസമാണെന്ന്. കണക്ക് കൂട്ടി മാർക്ക് വന്ന് 684 മാർക്ക്. ഞാനിങ്ങനെ കരയാന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ മണിക്കൂറുകളോളം ഇരുന്ന് കരഞ്ഞു. പടച്ചോനോട് എത്ര ശുക്ർ ചെയ്യണമെന്ന് അറിയാണ്ട് കരയായിരുന്നു. കാരണം ലൈഫിൽ 2-3 വർഷമായിട്ട് ഒരു നല്ല വാക്ക് കേൾക്കുക, അല്ലെങ്കിൽ ഒരു നല്ല കാര്യം ഞാൻ കേൾക്കുന്നേ ഇല്ല. ഈ ഒരു ഇതിൻ്റെ ഇടയിലാണ് എനിക്കൊരു നല്ല വാക്ക്, ഓക്കെ നിനക്കത് കിട്ടി. അന്ന് എൻ്റെ ഉമ്മാന്റെ വാപ്പാന്റെ മുന്നിൽ എങ്ങനെ നന്ദി പറയുന്നതല്ല. കാരണം ഒരുപാട് പാരൻസിനോട് നിർത്തിക്കോ, ഒരു തവണയായി നിർത്തിക്കോ എന്ന് പറയും. അവർക്ക് വേണമെങ്കിൽ അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങൾക്ക് എന്നെ വിടായിരുന്നു. കാരണം ഒരിക്കലും എൻ്റെ വാപ്പാക്ക് ഞാൻ MBBS പോകുന്ന ഒരു നിർബന്ധമില്ല. ആ വാപ്പാക്ക് വാപ്പാടെ ഇഷ്ടത്തിന് വിടായിരുന്നു, ഇല്ലെങ്കിൽ എന്നെ കെട്ടിച്ച് വിടായിരുന്നു. അതിൻ്റെ ഇടയിൽ എൻ്റെ ഉമ്മമാക്ക് ക്യാൻസർ വന്ന് എൻ്റെ കല്യാണം കാണുന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞു, വാപ്പ ഞാൻ എൻ്റെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ എത്തട്ടെ. അതും കേട്ട് നിന്ന് എൻ്റെ ഇഷ്ടത്തിന് നിന്ന് എന്നെ മനസ്സിലാക്കി നിന്ന ആ പാരൻസിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ MBBS സ്റ്റുഡൻ്റ് ആണ്. പോപ്പുലർ ഫണ്ട് നേതാവ് OM സലാമിന്റെ മകളാണ് ഈ ഫാത്തിമ തസ്കിയ. മഞ്ചേരി പാലക്കുളം സ്വദേശിയാണ്. ഈ ഫാത്തിമ തസ്കിയയുടെ കൂടെ സഞ്ചരിച്ച അജ്മിയ
ചികിത്സയിലാണ്. ഞാനിത് പറയാൻ കാരണം ഈ ഫാത്തിമ തസ്കിയ എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ തന്നെയാണ്. അങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ചു വളർന്നാണ്.